ഈശോ അഭിലഷിക്കുന്ന ആത്മാവിനാണെന്ന യാക്കോബ് പറയുന്ന 4:5 ആ പ്രവർത്തനമാണ് കർത്താവിന്റെ പ്രവർത്തനത്തില് ലൂക്കാ 22 28 40 46 വാക്യത്തില് 28 വാക്യത്തില് എന്റെ പരീക്ഷകൾ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരുന്നതാണ് നിങ്ങൾ. 40 വാക്യത്തില് നിങ്ങൾ പരീക്ഷയിൽ അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക. 46 അവനവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉറങ്ങുന്ന പ്രാർത്ഥിക്കുക. ഉറങ്ങുന്നത് എന്തെന്ന് വെച്ചാൽ തീഷ്ണതയില്ലാത്ത എന്തെന്ന് ആസ്വദിക്കുന്നു. റോമ 12:11 തീഷ്ണത ഇന്നും അത് ശക്തമായ തീഷ്ണത ഉണ്ടെങ്കിൽ മാത്രമേ അവന് ശക്തിയെ കൊടുക്കാൻ പറ്റുള്ളൂ. തീഷ്ണത ഇല്ലെങ്കിൽ മണ്ണി പ്രവർത്തിച്ചു പോകും. തീഷ്ണതയിൽ മാർഗം കൂടാതെ ആത്മാവിൽ ജനിക്കുന്നവരായി കർത്താവെ ശുശ്രൂഷിക്കുകയും കണ്ടോ, അങ്ങനെ വേണം ശുശ്രൂഷിക്കാൻ. പ്രത്യാശയെ സന്തോഷിക്കുകയും ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. ഈ അവസ്ഥയിലാണ്. അല്ലെങ്കിലാണ് വെളിപാട് 16-18 വാരത്തിൽ വരുന്നത്. ചൂടോ തണുപ്പോ ഇല്ലാതെ നന്മയാൽ നിങ്ങൾ ഞാൻ എന്റെ വായുകൾ കുട്ടിക്കളയും. എന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉദ്ദേശിക്കുന്നു, ഈ ധനികനാകാൻ ആത്മശക്തി വരയ്ക്ക് സ്വർണ്ണം എന്നോട് വാങ്ങുക. നിന്റെ മറ്റുള്ള കണ്ണിൽ എത്തിക്കാതിരിക്കുവാൻ ശുദ്ധവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ചലവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ പ്രാർത്ഥിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവരാകുക, അനുലപിക്കുക. ഇതാ ഞാൻ വാതിലിൽ നോക്കുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു വന്നാൽ ഞാൻ അവരുടെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷിക്കുകയും. ആ അവസ്ഥയെല്ലാം കഴിഞ്ഞപ്പോ ഒന്നിച്ചങ്ങൾ ഭക്ഷിക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആദ്യമുള്ളവർക്കാണ് ഒന്ന് മുട്ടുക തുറക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആ അവസ്ഥയിൽ കഴിഞ്ഞപ്പോ അവസ്ഥ കഴിഞ്ഞ് ഇതൊക്കെ 16 അവസ്ഥയിലൊക്കെയാണ്. അതിലാണ് 16 അവസ്ഥ. നിയമവും പ്രവാചകന്മാരും യോഗന്മാരായിരുന്നു. അതിനുശേഷം ഏത് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും വെള്ളം പ്രയോഗിച്ച് അതിൽ വെള്ളം പ്രയോഗിച്ചാണ് നടക്കുന്നത്. അതാണ് ഈ പാനൽ പണിതെന്ന പറ്റത്തില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്ലാവ് യോഗങ്ങളേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്ലാവ് യോഗനാട് നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചെടുക്കണം. പിന്നെ ബലം പ്രയോഗിച്ചാണ് നേടാനായിട്ട്. ബലം പ്രയോഗത്തിനാണ് നമ്മുടെ ആയുധങ്ങളൊക്കെ തന്നെ. സാറില് 20 അത് കാണാപ്പെടണം, അറിയുന്നവരൊന്ന് നോക്കാം, എല്ലാത്തരമൊന്നും പഠിക്കണത്. കാരണം അതിന്റെ ആന്തരികാർത്ഥം അറിയണത്. പോകുമ്പോൾ എന്തെല്ലാം വേണമെന്ന് നമ്മൾ അവസാനമായി അവിടുത്തെ ശക്തിയുടെ പ്രാഭവം എന്ന് കരുത്തുള്ളവരാണ്. അത് വേണം. അതിന് 2 തിമോത്തി 2:93 വനത്തില് ഞാൻ ഇനി ആർക്കാ കൊടുക്കാറുള്ളത്? മറ്റേ മന്ത്രി കൊടുക്കുന്ന ആൾക്കാരിക്കണം. വായിച്ചെടുക്കുക. എല്ലാവരും കണ്ടറാനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ഇനി ആ പറ്റിയിരുന്നത് എന്റെ മകളെ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് ജയിലിൽ നിന്ന് കേട്ടുക. മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. വിശ്വസ്തരായ ആൾക്ക് അല്ലെങ്കിൽ ഉള്ള ആവശ്യമായി പറഞ്ഞു കൊടുത്തിട്ട് എല്ലാം തെറ്റിദ്ധരിക്കും. ആ വിശ്വസ്തരായവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കാതെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല. വെല്ലുവിളിച്ചെല്ലാം ബുദ്ധിയിലായിരിക്കെല്ലാം ബുദ്ധിയിലാണ് കാണുന്നത്. അതുകൊണ്ട് ഒന്നും കുഞ്ഞിലോ രണ്ടാം അധ്യായം ഒന്ന് വായിച്ചെങ്കിൽ 1 വായിച്ചെങ്കിൽ വിശ്വാസത്തിലാണ് പറഞ്ഞു കൊടുക്കാൻ. അവരെ ആത്മാവ് സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഇതെല്ലാം ദോഷകരമായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. അല്ലോ പൂർണ്ണ സൺഡേ 14 സഹോദരനെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അവരുടെ ദോഷിതരായതിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുൻപിൽ ഞാൻ ദുർബലനും അയചന്ദ്രനുമായിരുന്നു. എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല.
ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായപ്പോൾ ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലാണ് ഇനി വരുന്നത്. അതിനകത്ത് പോയി ആത്മാവിന്റെ ശക്തിയുടെ വെളിപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ പറ്റി ഒന്നും അറിയുന്നത്. ഒന്നും പറയുന്ന തന്നെ രണ്ടാം വാക്യം പറ്റി ധ്യാനിക്കണം. അതാണ് 1 യോഹന്നാൻ 2:2. ഈശ്വരല്ലാതെ വേറെ വല്ലോട്ട് പോയാൽ ചിലർക്ക് തോന്നുമ്പോൾ അറിവ് കിട്ടാനായിട്ട് വല്ലതും വായിക്കാൻ പോയാൽ വേഗം പോകും. 136 വിശ്വസ് നഷ്ടപ്പെട്ടു പോകും. വേറെ ഇതൊക്കെ വായിക്കണം, അതിലൊക്കെ അതിനെ വരുന്നു. ഇത് ചിലർ ഡെലിവൻസ് കിട്ടണം പഠിക്കാൻ പോയാൽ പലതിന് പോകും. അത് പഠിക്കണമെന്നല്ല, അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. അതിന് ഏറ്റവും വലിയ മാർഗം എന്താണ്? വിശുദ്ധി പാലിക്കാൻ കിടക്കുമ്പോഴത് അവരല്ലാതെ ഒരു വഴിയില്ല. അതാണ് ഈശോനെല്ലാം വെളിപ്പെടുത്തി തുറന്നുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ 14:21. യോഹന്നാൻ 14:6 ഞാനാണ് വഴിയും സത്യവും ജീവനും. നിങ്ങൾ എന്നെ അറിയുന്നില്ല, എന്റെ പിതാവിന്. യോഹന്നാൻ 8:19. എല്ലാം വിശ്വസിക്കുകയില്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആരും വീഡിയോ വെച്ച് കാണാൻ തരും. ഡെലിവൻസ് മറ്റോ മറിച്ചതോ അവന് ഒറ്റ പെന്തക്കോസ്ത് പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല. അയാളെ എഴുതി, ഇയാളെ എഴുതി, ഒന്നും വേണ്ട. നിങ്ങളെല്ലാം നീച്ച് ആചരണം നിങ്ങൾ നിലനിൽക്കുമ്പോൾ ഈശോ എല്ലാം പഠിപ്പിച്ചു. യോഹന്നാൻ 8:31. അവര് പറഞ്ഞ പറയാൻ അത് വായിക്കുക, ഇത് വായിക്കുക, മറ്റാളെ നല്ലതാണ്. അതിലൊക്കെ പോയി നിങ്ങൾ തെളിഞ്ഞു പോകും, ഇവിടെ പുറത്തു പോകും, പ്രവൃത്തിയാവും. റോമ 11:6 പുസ്തകം വേണം. അതൊന്ന് വായിച്ചു കേൾപ്പിക്കും. വിദ്വാംസമായ ആത്മാവായിരിക്കും. കണ്ണടക്കം ഓടിപ്പോകും. അന്ന് ദുർഗം വേറെ ഇതിലോട്ട് പോയാൽ ഇടാൻ പോകുന്ന എന്താണ്? അത് ഹൃദയാനാണെങ്കിൽ പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല. ഹൃദയാനല്ലെങ്കിൽ ഹൃദയായിരിക്കില്ല. അതുകൊണ്ടത് ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് ലഭിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് ലഭിച്ചു. കണ്ണുകൊണ്ട് വിശ്വസിച്ചു. 20:29. കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാൻ. ഗലാത്യ 3:6-11 വിശ്വാസത്തിന്റെ മുദ്ര വന്നപ്പോ പരിപൂർണമായത്. റോമ 4:9-11 വിശ്വാസത്തിന് മുദ്ര വന്നപ്പോ ജീവനീതിയിൽ കൂടി കണ്ണുമുദ്ര വിശ്വാസ യേശുക്രിസ്തുവിൽ കൂടിയുള്ള. അതാണ് റോമ 3:21-24. അവർക്കാണ് കിട്ടുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മാന്യമായി മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായി പോയി. അല്ലെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവം അവർക്ക് ദുരിതാവശ്യമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് പിന്നീട് അയച്ചത്. അതുപോലെ തന്നെ ദാവീദ് പറയുന്നത്, അവരുടെ വിരുന്ന് അവർക്ക് ചെടിയും കുരുക്കും വിളർച്ചയും വ്യതിയാനവും വരുത്തിയിരുന്നു. അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് വിരുന്നു പോകുന്നു. അവരുടെ നട്ടല് എപ്പോഴും വാങ്ങിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ആത്മാവില് വചനത്തിൽ വചനം മാംസമായി വരുമ്പോൾ എല്ലാം നടന്നോളും. മനുഷ്യ എല്ലാം ആത്മീയ ശക്തി തന്നുകൊണ്ടിരിക്കും, അപ്പുറത്ത് തന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ എടുത്ത ലൂക്ക 22 വായിച്ചിട്ട് യോഹന്നാൻ 13 മുന്നോട്ട് കണ്ണിലുള്ള വനം വായിക്കാം. ആദ്യം ക്രൂശിനെ വധിക്കാൻ ആലോചന. പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അടുത്തു. പുരോഹിതന്മാരും നിയമിച്ചരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം നടക്കും. എങ്ങനെ വധിക്കാമെന്ന് നിങ്ങളെ ഈശ്വര ആത്മാവ് വരുമ്പോ ഉണ്ടോ? പക്ഷെ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. എന്തുകൊണ്ടാണ്? ജനം വിശ്വസിക്കാൻ തുടങ്ങി. ജനം യോഹന്നാൻ 4 ബന്ധപ്പെട്ടത് അത്ഭുതങ്ങൾ അടയാളം കാണുമ്പോഴാണ് ജനം വിശ്വസിക്കുന്നത്. അതിനാണ് ദൈവം ഈ കൃപ ഇതെല്ലാം തരുന്നത്. അതെല്ലാം അതുകൊണ്ട് ഈശ്വരൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. മത്തായി 7:21-28 കർത്താവെ എന്ന് വിളിക്കുന്നതാണല്ലോ അതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഇതിനോട് എല്ലാം കാണിച്ചു വരുമ്പോൾ ഞാനെന്നത് ഭാവം ഉണ്ടാകണം. അതുകൊണ്ട് പ്രചാരിച്ചിരിക്കണമെന്ന് ലൂക്ക 10:17-20 വേണം നമ്മുടെ കൂട്ടത്തിലെ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്തുവരും കുടുംബത്തിൽ വെച്ച് കിട്ടും. കുടുംബം വരുമ്പോഴുണ്ടാവും നല്ല വഴക്കണം. അത് ഞാൻ വലുതാണ്, മറ്റൊരു അങ്ങനെയൊക്കെ വരികയും അതൊന്ന് ഇന്നത്തെ വചനം വരാൻ കണ്ടെത്താൻ 5-10 വേണം. 2 ഗ്രാം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ബ്രാക്കറ്റൊക്കെ വെച്ചത് ഇത് 2 വില്ലയിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഓരെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഞാനാണ് നിങ്ങളാണെന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ കേട്ടോ
വിചാരിച്ചവൻ നമ്മളെ കൊണ്ടുപോകും. വേഗം അവൻ അടിയിൽ അർപ്പിക്കുകയാണ്. എന്നാൽ അവനെ ഒരു സെക്കൻഡ് മതി ഒന്ന് മൊത്തം സഞ്ചയത്ത് പ്രത്യേകം അളവുള്ള സിംഹമാണ്. അവനാരെ വിടുന്നാണ് നമുക്ക് അവനെല്ലാം അറിഞ്ഞിരിക്കണം. 2 Corinthians 5:19 ശാപന്റെ അവനെപ്പോൾ തകർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈശോ നിന്ന് കൊടുത്തപ്പോൾ യേശുവിനെ 53 നാം എല്ലാവരും ഈ പ്രാർത്ഥനാ സമയം ഉത്സവം. അതുകൊണ്ടാണ് ദൈവം നമ്മളെ കൈവിടാതെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.